ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അല്പം സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫ് ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ ബീഫ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു കടായിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 കപ്പ് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അല്പം കൂടെ വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. ഇതുപോലെ കരിഞ്ഞു പോകാതെ വേണം ഈ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാള വഴറ്റിയെടുക്കുന്നത്. ഒരു വലിയ സവാള ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ചെറുതായി മുറിച്ച സവാള നമുക്ക് ഈ എണ്ണയിലേക്കിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതല്പം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് ഇത് 3ഉം കൂടെയാണ് എണ്ണയിൽ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത്, ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് കഷ്ണങ്ങൾ അതിൻ്റെ ആ സ്റ്റോക്കോട് കൂടിയിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമ്മൾ വരട്ടി എടുക്കണം. ഇതിൻ്റെ അല്പം നന്നായിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുതേ. ഇപ്പോൾ ഇതിലുള്ള വെള്ളമെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഫ്ലെയിം നമുക്ക് മീഡിയത്തിലാക്കി വെക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും എല്ലാം വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതിലെ ജലാംശം എല്ലാം വറ്റിച്ചെടുത്ത് വളരെ ഡ്രൈ ആക്കി കൊണ്ടുവരണം. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇടുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല ചുവട് കട്ടിയുള്ള ഒരു കടായി തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ കറികൾക്ക് വേറെ തന്നെ ഒരു പ്രത്യേക രുചി തന്നെ കിട്ടുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.